ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ജാർ കേക്ക് ആയിട്ടാണ്. അപ്പോൾ ജാറില്ലാണ്ട് ജാർ കേക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം ആദ്യം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സുർക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങനെ നീരൊഴിച്ചെടുത്താലും മതി. ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് തരിച്ചെടുക്കാം. മിക്സിക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്കൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലിലേക്ക് കളറ് മിക്സ് ആക്കിയിട്ടാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ റെഡ് വെൽവെറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചധികം കളർ ചേർത്ത് കൊടുക്കണം കേക്കിൽ, എന്നാലുള്ള നല്ല കളർ കിട്ടുക. അപ്പോൾ ഞാൻ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തേക്കും നേരെ ആവും ചെയ്യും. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കളർ ഇതിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലാവണം. പിന്നെ കേക്ക് ടീന് ബട്ടർ പേപ്പറൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് ബട്ടർ പേപ്പർ ഇല്ലാച്ച അതിൽ നമ്മൾ എണ്ണ ആക്കി കൊടുത്തിട്ട് മൈദ ഒന്ന് തട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കേക്ക് ബാറ്ററാക്കി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഓവണിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഓവണില്ലാണ്ട് കുക്കറിലൊക്കെ ചെയ്യണത് എല്ലാവർക്കും അറിയുണ്ടാകും. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത് ജാറില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പുടുത്തല്ലാത്ത ഗ്ലാസ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ജാറൊക്കെ ആകുമ്പോൾ അടപ്പുണ്ടാവുമല്ലോ, നമുക്ക് ഗ്ലാസ്സിനാകുമ്പോൾ അടപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഈ ഗ്ലാസ്സിന് പാകമുള്ളൊരു അടപ്പെടുക്കാം. എന്നിട്ട് അതിന്മേൽ ഒരു സിൽവർ പേപ്പർ പൊതിഞ്ഞെടുത്തിട്ട് ഒരടപ്പിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ അല്ലേ, അടപ്പൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. കേക്കൊക്കെ റെഡിയായി വന്നു. എന്നിട്ട് ഞാനത് ചൂടാറിയപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് അതിൽ നിന്ന് റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊരു ലെയറിൽ നിന്ന് 4 റൗണ്ട് വെച്ചിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 12 പീസ് ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ലെയറായിട്ട് ഒരു ഗ്ലാസ്സിൽ ജാറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഗ്ലാസ്സിൽ വെക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ഈ പൊടി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കട്ടോ, ഞാൻ കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമുക്ക് ഇടയിൽ ഇങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കില്ലേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന്, അതിന് പകരം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് പാലിൻ്റെ ഒരു മിക്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള പാൽ ഒഴിച്ചുകൊണ്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഈ പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പാലൊന്ന് തണുത്ത് വന്നതിന് ശേഷമായിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് റെഡിയായി. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കും കൂടെ വേണം. പിന്നെ ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ജാർ കേക്ക് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് പുതിർന്ന് കിട്ടണം. നമുക്കത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ പാകത്തിനൊക്കെയല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക ഒരു ലെയറിൽ.
അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഞാനൊന്നും ചേർത്തിട്ടൊന്നുമില്ല. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ട് തന്നെ ഉള്ളൂ. പിന്നെ നല്ലോണം വിപ്പാവണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത പൊടിച്ചതും അതുപോലെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കട്ടെ. ബദാം പൊടിച്ചതോ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിതുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ പാല് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വല്ല നട്ട്സൊക്കെ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് നല്ല മേലെ ഭാഗം വരെയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജാറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ജാർ അടക്കാനുള്ള പാകത്തിന് വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ്സിലാകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കാനും അല്ലേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. ക്രീമൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പുറങ്ങനെ കാണാനൊരു ഇത്തിരി ഭംഗി വേണ്ടെന്ന് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ചങ്ങാണ്ട് വെറുതെ അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ നമ്മളെ കേക്കിന് വിപ്പിംഗ് ക്രീം ഒന്ന് ജസ്റ്റ് ആക്കിയാണ് നമ്മളെ കേക്കിൻ്റെ പൊടി കഴിയുമ്പോൾ കൂടി ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ഈ ബാക്കി വന്ന കേക്കിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, കേക്ക് ഉണ്ടാവുമല്ലോ, അത് പൊടിച്ചങ്ങാണ്ട് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ക്ലാസ്സുകളൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ക്ലാസ്സിൽ എങ്ങനെ ചെയ്യണമെന്ന് ലാസ്റ്റത്തെ ലെയർ നമ്മൾ കേക്കിൻ്റെ റൗണ്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് വന്നിട്ടുണ്ടാവില്ല, അതൊന്ന് കയ്യിലൊന്ന് വെച്ചങ്ങാണ്ട് ഒന്ന് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴത്തെ ലെയർ അതുപോലെ ആക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ലെയറും ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്കിപ്പോൾ ഞാൻ 4 ക്ലാസ്സിലാണ് ഉണ്ടാക്കാൻ കരുതിയത്. ഇതുപോലെ ചെയ്താൽ നമുക്ക് 5ഉം 6ഉം ക്ലാസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം താഴത്തെ ഒരു ലെയർ അങ്ങനെ വെച്ച് കൊടുത്ത് ബാക്കി നമ്മൾ 2 റൗണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചധികം ക്ലാസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ജാറാണെങ്കിൽ ജാറിലാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ആ പൊടി വെറുതെ ബാക്കി വന്ന ആ കേക്ക് വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി കേക്ക് വേസ്റ്റ് ആവാതിരിക്കാൻ ഒരു ഐഡിയയും കൂടി ഉണ്ട്. നമുക്ക് കേക്ക് പോപ്സൊക്കെ ഉണ്ടാക്കാം അത് വെച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ജാർ കേക്ക് ഉണ്ടാക്കാൻ. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് നമുക്ക് കഴിക്കാൻ. ഉണ്ടാക്കാനും വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഞങ്ങളെ ഈ ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് ഒരാൾക്ക് കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ 2 പേർക്കൊക്കെ വേണമെങ്കിൽ ഷെയർ ആയിട്ട് അങ്ങനെ കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഞങ്ങൾ ആനിവേഴ്സറീൻ്റെ സ്പെഷ്യലായിട്ട് അന്ന് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ നമ്മൾ ടേബിളുമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റിബണൊക്കെ കെട്ടിങ്ങാണ്ട് സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ റിബൺ അത്ര വീതിയുള്ള റിബൺ അല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഭംഗി കുറവുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കട്ടെ നമുക്ക് പാർട്ടിക്കൊക്കെ ചെയ്യുമ്പോൾ. അല്ല നമ്മളെ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഇതുപോലെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.